വ്യാപക ക്രമക്കേട് കണ്ടെത്തിയ സംഭവം ഉത്തരവാദപ്പെട്ടവർ പരിശോധിക്കണമെന്ന കെപിസിസി പ്രസിഡന്റ് സണ്ണി ജോസഫ്. തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള വാർഡ് വിഭജനത്തിൽ പ്രാദേശിക തലത്തിൽ പരിശോധന നടത്തുമെന്നും കെപിസിസി അധ്യക്ഷൻ. കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കാൻ വിദ്യാഭ്യാസ വകുപ്പിന്റെ പുതിയ പദ്ധതി. സുരക്ഷാമിത്രം എന്ന പേരിൽ സ്കൂളുകളിൽ സഹായപ്പെട്ടികൾ സ്ഥാപിക്കും. കുട്ടികൾക്ക് പരാതികൾ എഴുതി പെട്ടിയിലിടാമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. മാള സർവീസ് സഹകരണ ബാങ്ക് മുൻ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ഭരണസമിതി അംഗങ്ങൾക്കെതിരെ പോലീസ് കേസെടുത്തു. 10 കോടിയിലധികം രൂപയുടെ തട്ടിപ്പ് നടത്തിയെന്ന സഹകരണ വകുപ്പ് ജോയിന്റ് രജിസ്ട്രാറുടെ പരാതിയിലാണ് കേസ്. പഞ്ചായത്ത് ഭരണത്തിൽ കക്ഷി രാഷ്ട്രീയമില്ലെന്ന മന്ത്രി MP രാജേഷ്. വേലൂർ പഞ്ചായത്തിന്റെ പുതിയ ഓഫീസ് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം മന്ത്രി നിർവഹിച്ചു. പരിപാടി ബഹിഷ്കരിച്ച കോൺഗ്രസ്. പേരാമ്പ്രയിൽ സ്പിരിറ്റ് വേട്ട. മിനി ലോറിയിൽ പച്ചക്കറികളുടെ കൂടെ ഒളിപ്പിച്ച് കടത്തുകയായിരുന്ന 2765 ലിറ്റർ സ്പിരിറ്റ് പോലീസ് പിടികൂടി. ഡ്രൈവർ ആലപ്പുഴ സ്വദേശി സുരാജ് കസ്റ്റഡിയിൽ. നമസ്കാരം. വിശദമായ വാർത്തയിലേക്ക്. തൃശൂരിലടക്കം വോട്ടർ പട്ടികയിൽ വ്യാപക ക്രമക്കേട് കണ്ടെത്തിയ സംഭവം ഉത്തരവാദപ്പെട്ടവർ പരിശോധിക്കണമെന്ന് കെപിസിസി പ്രസിഡന്റ് സണ്ണി ജോസഫ്. വാർഡ് വിഭജനം അശാസ്ത്രീയമായാണ് നടത്തിയതെന്നും സണ്ണി ജോസഫ് പറഞ്ഞു. തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു സണ്ണി ജോസഫ്. ജനാധിപത്യത്തിന്റെ അടിസ്ഥാനം സ്വതന്ത്രവും നീതിപൂർവകവുമായ തെരഞ്ഞെടുപ്പാണ്. ഇതിൽ തൃശൂരിൽ ഉൾപ്പെടെ കലർപ്പുണ്ടായതായും അനർഹരെ ചേർത്തതായും അദ്ദേഹം പറഞ്ഞു. നീതിപൂർവമായ തെരഞ്ഞെടുപ്പ് ഉറപ്പുവരുത്താൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൃത്യമായ വോട്ടർ പട്ടികയാണ്. അർഹതയുള്ള ആളുകൾ മാത്രം വോട്ടർ പട്ടികയിൽ പേര് ചേർക്കപ്പെടണം, അർഹതയില്ലാത്തവർ ഒഴിവാക്കപ്പെടണം. അതാണ് അതിൻ്റെ ഒരു മാനദണ്ഡം. അത് തൃശ്ശൂരിലുൾപ്പെടെ ആ കാര്യങ്ങളിൽ ഒരുപാട് കലർപ്പുണ്ടായിട്ടുണ്ട്. അനർഹരെ ചേർത്തിട്ടുണ്ട്, ദൂരസ്ഥലങ്ങളിലെ ആളുകളെ ചേർത്തിട്ടുണ്ട്. അന്ന് തന്നെ കോൺഗ്രസും UDFും ആ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയിരുന്നു. ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ വാർത്താ സമ്മേളനത്തിലൂടെ അത് കൂടുതൽ വ്യക്തമാക്കപ്പെട്ടു. അതിൻ്റെ ഭാഗമായിട്ട് തൃശ്ശൂരിലെ കാര്യങ്ങളും ഉയർന്നു വന്നിട്ടുണ്ട്. ഇത് ഉത്തരവാദിത്തപ്പെട്ടവർ പരിശോധിക്കണം. തദ്ദേശ തിരഞ്ഞെടുപ്പ് വോട്ടർ പട്ടികയിൽ വ്യാപക ക്രമക്കേട് കണ്ടെത്തിയിട്ടുണ്ട്. വാർഡ് വിഭജനം അശാസ്ത്രീയമായാണ് നടത്തിയത്. പ്രാദേശിക തലത്തിൽ കോൺഗ്രസ് കൂടുതൽ പരിശോധന നടത്തുമെന്നും കെപിസിസി പ്രസിഡന്റ് അറിയിച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ തന്നെ വന്നു കഴിഞ്ഞു, വ്യാപകമായിട്ട് വന്നു കഴിഞ്ഞു. ഒന്ന് അർഹതയില്ലാത്തവരെ ചേർത്തിട്ടുണ്ട്. അതിനേക്കാൾ പ്രധാനപ്പെട്ടത് വാർഡ് വിഭജനം അശാസ്ത്രീയമായിട്ട് നടത്തി. എങ്ങനെ അശാസ്ത്രീയമായിട്ട് വാർഡ് വിഭജനം നടത്തിയാലും ജയിക്കാൻ കഴിയാത്ത ചില സ്ഥലങ്ങളുണ്ട് എന്ന് LDFന് നന്നായിട്ടറിയാം. അവിടെ എന്ത് ചെയ്യും? വാർഡിൻ്റെ അതിർത്തിയിൽ നിന്ന് കുറേ പേരെ മറ്റൊരു വാർഡിലേക്ക് തിരഞ്ഞെടുത്ത് പിക്ക് ആൻഡ് ചൂസ് ചെയ്ത് ചേർക്കുന്നു. 2 വാർഡിലും അതിൻ്റെ ഇലക്ഷൻ സംബന്ധിച്ച് അതിൻ്റെ ഇമ്പാക്റ്റ് ഉണ്ടാവും. ആ പരാതികൾക്ക് ബന്ധപ്പെട്ട സെക്രട്ടറിമാർ പരിഹാരം ഉണ്ടാക്കണമെന്ന് ഇലക്ഷൻ കമ്മീഷൻ നിർദ്ദേശിക്കേണ്ടതായിട്ടുണ്ട്. നിർദ്ദേശിച്ചാൽ മാത്രം പോരാ, പരാതികൾ പരിഹരിക്കപ്പെടുന്നു എന്ന് ഉറപ്പുവരുത്താൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനും സർക്കാരിനും ഉത്തരവാദിത്തമുണ്ട്. കോൺഗ്രസ് പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് MP-മാരുമായി ചർച്ച നടത്തിയതായും സണ്ണി ജോസഫ് വ്യക്തമാക്കി. കേരളത്തിൽ നിന്നുള്ള MP-മാരെ നമുക്കറിയാം, പാർലമെന്റ് സമ്മേളനം നടക്കുകയാണ്. അപ്പോൾ MP-മാർ നാട്ടിലുണ്ടായില്ല. അവധിക്ക് വന്നാൽ തന്നെ അവർക്ക് ഒരുപാട് പരിപാടികളുണ്ട്. അതുകൊണ്ട് ഞങ്ങളെ പ്രതിപക്ഷ നേതാവും വർക്കിംഗ് പ്രസിഡന്റുമാരുൾപ്പെടെയുള്ളൊരു ടീം ഡൽഹിയിൽ പോയി MP-മാരെല്ലാവരുമായിട്ട്, പ്രിയങ്കാ ഗാന്ധി ഒഴിച്ചുള്ള എല്ലാ MP-മാരുമായിട്ട് ആശയവിനിമയം നടത്തി. കെ സുധാകരൻ, ശശി തരൂർ, KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ള നേതാക്കന്മാരുമായിട്ടും ഞങ്ങൾ ചർച്ച നടത്തിയിട്ടുണ്ട്. TC വിനോസ്, തൃശൂർ. തൃശൂരിൽ വോട്ടർ പട്ടിക ക്രമക്കേടിൽ ആരോപണം കടുപ്പിച്ച് കോൺഗ്രസ്. സുരേഷ് ഗോപി താമസിച്ച വീട്ടിൽ 11 വോട്ടുകൾ ചേർത്തുവെന്ന് DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ്. ഈ വീട്ടിൽ വോട്ടർ പട്ടികയിലെ താമസക്കാരില്ലെന്നും ജോസഫ് ടാജറ്റ് ആരോപിച്ചു. ശ്രീ സുരേഷ് ഗോപി അവർകൾ അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പിന് മുൻപ് തൃശ്ശൂർ നിയമസഭാ മണ്ഡലത്തിൽ പോളിംഗ് സ്റ്റേഷൻ നമ്പർ 116 ഉള്ള വോട്ടർ പട്ടികയിലാണ് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെയും അദ്ദേഹത്തിൻ്റെ അനുജൻ്റെ കുടുംബവും അവരുടെ പേര് വിവരങ്ങളുള്ളത്. 11 വോട്ടുകളാണ് അദ്ദേഹം ഭാരത് ഹെറിറ്റേജ് എന്ന് പറയുന്ന വീട്ടുപേരിൽ അദ്ദേഹം വോട്ട് ചേർത്തിയത്. ആ വോട്ടെടുപ്പിന് ശേഷം ഈ വീട് ബോംബെ ബേസ്ഡ് ഒരു പാർട്ടിക്ക് കൊടുക്കുകയും ഇപ്പോൾ ആ വീട്ടിൽ ഇവരാരും താമസമില്ല. നമ്മളിപ്പോൾ ഈ വോട്ടർ പട്ടികയിൽ പേര് നമ്മളുടെ ഉണ്ടോ എന്ന് വോട്ടർ പട്ടികയിൽ പേരുണ്ടോ എന്ന് നമുക്കറിയാൻ ഇലക്ഷൻ കമ്മീഷൻ്റെ ഒരു ആപ്പ് ഉണ്ട്.
ആ ആപ്പിൽ നമുക്ക് കയറിയാൽ, ഇത്തരത്തിലൊരു ആപ്പിൽ കയറി അവരുടെ തിരിച്ചറിയൽ കാർഡ് നമ്പർ അടിച്ചാൽ അദ്ദേഹത്തിന് ഇവിടെ വോട്ടുണ്ടോ എന്ന് നമുക്കറിയാൻ സാധിക്കും. ഇവരുടെ നമ്പറുകൾ അടിച്ചു നോക്കിയപ്പോൾ ഈ വീട്ടിൽ ഇപ്പോഴും വോട്ടുണ്ട്. ആ വീട്ടിൽ താമസക്കാർ ഇവരല്ല. ഇത് വാങ്ങിയ ആൾക്കാരുടെ 2 പേരാണ് ഇന്ന് ആ വീട്ടിൽ താമസം. അപ്പം നമ്മൾ പരാമർശിച്ച അല്ലെങ്കിൽ വോട്ടർ പട്ടികയിലെ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് ചൂണ്ടിക്കാണിച്ച കാര്യങ്ങൾ ശരിവെക്കുന്ന ഒരു കാര്യമാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരു തെരഞ്ഞെടുപ്പിനെ മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ അനിയൻ്റെ കുടുംബവും തൃശ്ശൂരിൽ വന്ന് വോട്ട് ചേർക്കുകയും പിന്നീട് അതിനുശേഷം അവിടെ നിന്ന് മാറിപ്പോകുകയും ചെയ്യാം. നിയമപരമായി പരിശോധിച്ചാൽ 6 മാസക്കാലം ഒരു വീട്ടിൽ താമസിക്കുന്നവർക്ക് വോട്ട് ലഭിക്കാൻ അർഹതയുണ്ട്. പക്ഷെ അതിൻ്റെ ഒരു ധാർമ്മിക വശം പരിശോധിച്ചാൽ വോട്ടർ പട്ടികയിലെ ഇത്തരത്തിൽ കടന്നുകൂടുന്ന ക്രമക്കേടുകളാണ് നമ്മുടെ തെരഞ്ഞെടുപ്പിനെ വളരെ, അല്ലെങ്കിൽ ആ തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ അല്ലാതാക്കുന്നത്. ഇവർക്ക് ഇതേ വീട്ടു നമ്പറിൽ കോർപ്പറേഷൻ്റെ പുറത്തിറങ്ങിയ പട്ടിക പരിശോധിച്ചാൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിലേക്ക് ഇവർക്ക് വോട്ടില്ല. അതിനർത്ഥം കേവലം ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വോട്ട് ചേർത്തി എന്നുള്ളതാണ്. അതുതന്നെയാണ് ബഹുമാന്യനായ രാഹുൽ ഗാന്ധി എടുത്തു കാണിച്ചത്. സ്ഥലത്ത് താമസമില്ലാത്തവരെ താമസമുണ്ട് എന്ന് കാണിച്ച് ഏതെങ്കിലും ഒരു വീടിൽ അല്ലെങ്കിൽ ഫ്ലാറ്റുകളിൽ വോട്ട് ചേർത്തുക എന്നുള്ളതാണ് ഇവിടെ നടന്നിട്ടുള്ളത്. ഇതിന് സമാനമായ രീതി തന്നെയാണ് ഞങ്ങൾ പരാതി കൊടുത്തിട്ടുള്ള, ഞങ്ങൾ 100ഓളം പേരുടെ പരാതി ഞങ്ങൾ കൊടുക്കുകയുണ്ടായി. കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കാൻ പുതിയ പദ്ധതിക്ക് തുടക്കമിടുന്നതായി വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു. സുരക്ഷാമിത്രം എന്ന പേരിൽ സഹായപ്പെട്ടികൾ സ്ഥാപിക്കാനാണ് തീരുമാനം. പ്രധാന അധ്യാപികയുടെയോ പ്രിൻസിപ്പലിന്റെയോ മുറിയിൽ ഈ പെട്ടി വയ്ക്കണം. കുട്ടികൾക്ക് പേര് വെച്ചോ വെക്കാതെയോ കാര്യങ്ങൾ എഴുതി പെട്ടിയിൽ അറിയിക്കാം. ആഴ്ചയിൽ ഒരിക്കൽ പെട്ടി തുറന്ന പരാതി പരിശോധിച്ച് പരിഹാരം കണ്ടെത്തണം. സ്കൂൾ അധികൃതർ വേണ്ട നടപടി സ്വീകരിക്കണമെന്ന് മന്ത്രി നിർദ്ദേശിച്ചു. ജില്ലാ അടിസ്ഥാനത്തിൽ സ്കൂൾ കൌൺസിലർമാരുടെ യോഗം വിളിച്ചു ചേർക്കുമെന്ന് മന്ത്രി പറഞ്ഞു. ആലപ്പുഴയിലെ നൂറനാട് 4ാം ക്ലാസ് വിദ്യാർത്ഥിയെ രണ്ടാനമ്മയും പിതാവും ക്രൂരമർദ്ദനത്തിന് ഇരയാക്കിയ സംഭവത്തിന്റെ പശ്ചാത്തലത്തിലാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ പുതിയ തീരുമാനം. ഭൂമിക്ക് അധിക വില ഈടായി സ്വീകരിച്ച് 10 കോടിയിലധികം രൂപയുടെ തട്ടിപ്പ് നടത്തിയെന്ന സഹകരണ വകുപ്പ് ജോയിന്റ് രജിസ്ട്രാറുടെ പരാതിയിൽ മാള സർവീസ് സഹകരണ ബാങ്ക് മുൻ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ഭരണസമിതി അംഗങ്ങൾക്കെതിരെ പോലീസ് കേസെടുത്തു. ബാങ്ക് മുൻ പ്രസിഡന്റ് AR രാധാകൃഷ്ണൻ ഉൾപ്പെടെ 21 പേർക്കെതിരെയാണ് മാള പോലീസ് കേസെടുത്തത്. വഴിയില്ലാത്ത സ്ഥലവും നെൽവയലും കൂടിയ വിലയ്ക്ക് ഈടുവെച്ച് വായ്പ നൽകിയെന്നാണ് പരാതി. 2006 ഒക്ടോബർ 7 മുതൽ 2024 ജനുവരി 21 വരെയുള്ള കാലയളവിൽ 10,07,69,991 രൂപ ബാങ്കിന് നഷ്ടം വരുത്തിയെന്ന് ജോയിന്റ് രജിസ്ട്രാർ നൽകിയ പരാതിയിൽ ചൂണ്ടിക്കാണിക്കുന്നു. ആധുനിക രീതിയിൽ നിർമ്മിച്ച വേലൂർ പഞ്ചായത്ത് ഓഫീസ് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MP രാജേഷ് നിർവഹിച്ചു. 4 കോടി രൂപയോളം ചിലവഴിച്ചാണ് പുതിയ ഓഫീസ് മന്ദിരം യാഥാർത്ഥ്യമാക്കിയത്. പഞ്ചായത്ത് ഭരണസമിതിയിൽ കക്ഷി രാഷ്ട്രീയവും പ്രതിപക്ഷവുമില്ലെന്നും വികസന പ്രവർത്തനങ്ങളിൽ എല്ലാവരും ഒരുമിച്ച് നിൽക്കണമെന്നും മന്ത്രി MP രാജേഷ് പറഞ്ഞു. അതിവേഗത്തിലാണ് സംസ്ഥാന സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾ മുന്നോട്ടു പോകുന്നത്. ആധുനിക ഡിജിറ്റൽ സാങ്കേതികവിദ്യ ഉപയോഗപ്പെടുത്തി ജനങ്ങൾക്കാവശ്യമായ സേവനങ്ങൾ വേഗത്തിൽ ലഭ്യമാക്കാനുള്ള പദ്ധതികൾക്ക് സർക്കാർ രൂപം നൽകിയിട്ടുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ സർവേ റിപ്പോർട്ടനുസരിച്ച് ശുചിത്വത്തിൽ ഇന്ത്യയിലെ 8 സംസ്ഥാനങ്ങളിൽ ഒരെണ്ണം കേരളമാണ്. ഹരിതകർമ്മസേനയുടെ പ്രവർത്തനം മാലിന്യമുക്ത നവകേരളത്തിന് മുതൽക്കൂട്ടാണെന്നും മന്ത്രി പറഞ്ഞു. കക്ഷി രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ എല്ലാവരെയും യോജിപ്പിച്ച് അഭിമാനകരമായ രീതിയിൽ പ്രവർത്തനം നടത്തിയ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയെയും പ്രസിഡന്റിനെയും ഞാൻ സംസ്ഥാന ഗവൺമെന്റിന് വേണ്ടി കൃത്യമായി അഭിനന്ദിക്കുകയാണ്. നമ്മുടെ നാട്ടിലാകെ കഴിഞ്ഞ ഏതാനും വർഷങ്ങൾ കൊണ്ടുണ്ടായിട്ടുള്ള വികസന രംഗത്തുണ്ടായിട്ടുള്ള മാറ്റങ്ങളാണ്. ആ മാറ്റം സംസ്ഥാന സർക്കാരും തദ്ദേശ സ്ഥാപനങ്ങളും എല്ലാം ചേർന്ന് നടത്തിയ ജനങ്ങളുടെ പിന്തുണയോടെ നടത്തിയ പ്രവർത്തനത്തിന്റെ ഫലമാണ്. AC മൊയ്തീൻ MLA അധ്യക്ഷത വഹിച്ചു. ലൈഫ് മിഷൻ പദ്ധതിയുടെ താക്കോൽദാനം വടക്കാഞ്ചേരി MLA സേവ്യർ ചിറ്റിലപ്പള്ളി നിർവഹിച്ചു.
പഞ്ചായത്ത് പ്രസിഡന്റ് TR ഷോബി, സെക്രട്ടറി TP സിന്ധു, ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ്, ഗുരുവായൂർ ദേവസ്വം ബോർഡ് ചെയർമാൻ ഡോക്ടർ VK വിജയൻ, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ AV വല്ലഭൻ, ജലീൽ ആദൂർ, വേലൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കർമ്മല ജോൺസൺ, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ S ബസന്തലാൽ, മീന സാജൻ, PI രാജേന്ദ്രൻ, ES രേഷ്മ, ചിത്ര വിനോഭാജി, രേഖ സുനിൽ തുടങ്ങിയവർ സംസാരിച്ചു. TCV ന്യൂസ്, എരുമപ്പെട്ടി. വേലൂർ പഞ്ചായത്തിന് പുതിയ ഓഫീസ് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം കോൺഗ്രസ് ബഹിഷ്കരിച്ചു. തനത് ഫണ്ട് വകമാറ്റി പഞ്ചായത്ത് ഓഫീസ് നിർമ്മിച്ചതിലായിരുന്നു പ്രതിഷേധം. ഉദ്ഘാടന വേദിയിലേക്ക് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ മാർച്ച് വേലൂർ ഹൈസ്കൂൾ പരിസരത്ത് പോലീസ് തടഞ്ഞു. തുടർന്ന് നടന്ന ധർണ KPCC സെക്രട്ടറി ജോൺ ഡാനിയൽ ഉദ്ഘാടനം ചെയ്തു. ഈ പഞ്ചായത്തിന്റെ വികസന നേട്ടങ്ങൾ പറയുവാൻ, എന്ത് വികസന നേട്ടങ്ങൾ പറയുവാനാണ് CPM-ന് കഴിയുക എന്ന് ചോദിച്ചാൽ, CPM-ന്റെ ഏരിയ കമ്മിറ്റി ഓഫീസുകളിലേക്കും CPM-ന്റെ ബ്രാഞ്ച് ലോക്കൽ കമ്മിറ്റി ഓഫീസുകളുടെയും വികസനം മാത്രമാണ് ഈ പഞ്ചായത്തിന് പറയാൻ കഴിയുന്നത്. ഈ പഞ്ചായത്തിലെ ഫണ്ട് ഉപയോഗിച്ച് തടിച്ചു കൊടുത്ത സഖാക്കളെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഒരു വികസന നേട്ടവും CPM-ന് ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാനില്ല ഈ 4 വർഷം കഴിയുമ്പോഴും. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ 4 വർഷത്തിലധികമായി കോൺഗ്രസ് നേതൃത്വം നൽകുന്ന പ്രതിപക്ഷത്തിന് നിരന്തരമായ സമരങ്ങൾ ഇവിടെ നടത്തേണ്ടി വന്നിട്ടുണ്ട്. അതിലെ അവസാനത്തെ ഇനിയും തുടർന്നു പോകുന്ന സമരമാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ഫ്രെഡി ജോൺ അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറി ബിജോയ് ബാബു, ബ്ലോക്ക് പ്രസിഡന്റ് സുരേഷ് മമ്പറമ്പിൽ, പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് സ്വപ്ന രാമചന്ദ്രൻ, ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റുമാരായ PP രാമചന്ദ്രൻ, PP യേശുദാസ്, യൂത്ത് കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് PK ശ്യാംകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ഭാര്യയെ മർദ്ദിച്ച സംഭവത്തിൽ കടങ്ങോട് ഗ്രാമപഞ്ചായത്ത് ആദൂർ വാർഡ് മെമ്പറും CPM നേതാവുമായ PA മുഹമ്മദ് കുട്ടിക്കെതിരെ പോലീസ് കേസെടുത്തു. ശാരീരികമായും മാനസികമായും തന്നെ നിരന്തരം പീഡിപ്പിക്കുന്നുണ്ടെന്ന ഭാര്യ നബീസയുടെ പരാതിയിൽ ഗാർഹിക പീഡനം ഉൾപ്പെടെയുള്ള വകുപ്പ് ചേർത്താണ് എരുമപ്പെട്ടി പോലീസ് കേസെടുത്തിട്ടുള്ളത്. സംഭവത്തെ തുടർന്ന് CPM ആദൂർ ബ്രാഞ്ച് സെക്രട്ടറിയായിരുന്ന മുഹമ്മദ് കുട്ടിയെ തലസ്ഥാനത്ത് നിന്ന് ഒഴിവാക്കുകയും പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു. ജൂലൈ 31-ാം തീയതിയാണ് കേസിന് ആസ്പദമായ സംഭവം. ആദൂരിൽ പ്രവർത്തിക്കുന്ന സഹകരണ ബാങ്കിലെ താൽക്കാലിക സ്വീപ്പർ ജീവനക്കാരിയായിരുന്നു നബീസ. ജോലിക്ക് പോകുന്നതിനിടയിൽ റോഡിൽ വെച്ചാണ് മുഹമ്മദ് കുട്ടി മർദ്ദിച്ചത്. ശരീരത്തിലൊക്കെ നിറച്ച് പാടുകളും ഉണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ കുന്നംകുളം ഹോസ്പിറ്റലിൽ പോയി ശനിയാഴ്ച പോയപ്പോൾ ആ ഡോക്ടർ എന്തൊക്കെ എഴുതി തയ്യാറാക്കി തന്നു. എന്നിട്ട് പോലീസ് കംപ്ലൈൻറ്റ് ആ സാറ് കുന്നംകുളത്തേക്ക് കൊടുത്തിട്ട് ആ സാറ് എന്നെ വിളിച്ചു അവിടുന്ന് എരുമപ്പെട്ടി സ്റ്റേഷനിലേക്കും വിളിപ്പിച്ചു. അങ്ങനെ ഞങ്ങൾ പറഞ്ഞു ഒത്തുതീർപ്പിലായ പോലെയായി. അന്ന് കേസ് ഇല്ലാത്ത വിധമായി. അപ്പോൾ ഇയാൾ എന്നെ കൊന്നു ചാക്ക് കെട്ടി തോട്ട് കൊണ്ടുപോയിടുന്നു ഒക്കെ പറഞ്ഞ് അട്ടാണ് എന്നെ അന്ന് അടിച്ചത്. ഇങ്ങനെ ആൾക്കാർ വരുമ്പോൾ പറയണ്ട പറഞ്ഞിട്ട് പറഞ്ഞുകൊണ്ട് അങ്ങനെ പലതരത്തിലും ശാരീരികമായും മാനസികമായും ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടി അവിടെ. പേരാമ്പ്രയിൽ മിനി ലോറിയിൽ പച്ചക്കറികളുടെ കൂടെ ഒളിപ്പിച്ചു കടത്തുകയായിരുന്ന 2765 ലിറ്റർ സ്പിരിറ്റ് പോലീസ് പിടികൂടി. ഡ്രൈവർ ആലപ്പുഴ സ്വദേശി സുരാജിനെ കസ്റ്റഡിയിലെടുത്തു. ഡാൻസപ്പ് സ്ക്വാഡും കൊടകര പോലീസും ചേർന്നാണ് സ്പിരിറ്റ് പിടികൂടിയത്. തമിഴ്നാട്ടിൽ നിന്ന് എറണാകുളം ഭാഗത്തേക്ക് മിനി ലോറിയിൽ കൊണ്ടുപോകുകയായിരുന്ന സ്പിരിറ്റ് ദേശീയപാതയിൽ നിർമ്മാണം നടക്കുന്ന അടിപ്പാതയ്ക്ക് സമീപത്താണ് പോലീസ് പിടിയിലായത്. ഓണക്കാലം ലക്ഷ്യമിട്ട് വ്യാജ മദ്യനിർമ്മാണത്തിനാണ് സ്പിരിറ്റ് കടത്താൻ ശ്രമിച്ചത്. 35 ലിറ്റർ വീതമുള്ള 79 കന്നാസുകളിലാക്കിയാണ് പച്ചക്കറി ലോറിയിൽ സ്പിരിറ്റ് ഒളിപ്പിച്ചത്.
തൃശൂർ പുല്ലഴിയിൽ എക്സൈസ് നടത്തിയ പരിശോധനയിൽ 3.5 ഗ്രാം മെത്താഫിറ്റമിൻ, 10 ഗ്രാം കഞ്ചാവ് എന്നിവ പിടികൂടി. സംഭവത്തിൽ എളവള്ളി സ്വദേശി അരുൺ അറസ്റ്റിലായി. ഒപ്പമുണ്ടായിരുന്ന പുറനാട്ടുകര സ്വദേശി തട്ടിൽ വീട്ടിൽ മെൽജോയ്ക്ക് വേണ്ടി അന്വേഷണം തുടരുന്നു. എക്സൈസ് ഇൻസ്പെക്ടർ കെ സുധീർ, ഓഫീസർമാരായ രഞ്ജിത, KR ബിജു, TR ഷൈജു എന്നിവർ സംഘത്തിലുണ്ടായിരുന്നു. RSSും ഗവർണറും കാവ്യവൽക്കരണം നടപ്പാക്കുന്ന സർവകലാശാലകളെ സംസ്ഥാന സർക്കാർ രാഷ്ട്രീയവൽക്കരിക്കുകയാണെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് പറഞ്ഞു. കേരള പ്രൈവറ്റ് ടീച്ചേഴ്സ് അസോസിയേഷൻ സംസ്ഥാന നേതൃ പരിശീലന ക്യാമ്പ് തൃശൂരിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സ്വകാര്യ കോളേജുകളിൽ കുതിപ്പിൽ നിന്ന് കിതപ്പിലേക്ക് മാറിയതായും സണ്ണി ജോസഫ് കൂട്ടിച്ചേർത്തു. അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ പ്രേമചന്ദ്രൻ കീഴോത്ത് അധ്യക്ഷത വഹിച്ചു. DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ്, മുൻ DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ, അസോസിയേഷൻ സെക്രട്ടറി റോണി ജോർജ് തുടങ്ങിയവർ സംസാരിച്ചു. എന്നതൊരു യാഥാർത്ഥ്യം. ഈ സംഘടനയുടെ ഈ സമ്മേളനത്തിന്റെ നോട്ടീസ് വായിച്ചപ്പോഴും തൃശ്ശൂരിൽ തന്നെ നടക്കുന്ന പ്രൈവറ്റ് കോളേജ് കുന്നംകുളം യേശുദാസ് റോഡിലുള്ള ചേംബർ ഓഫ് കൊമേഴ്സിന്റെ കെട്ടിടത്തിലെ പ്രധാന AC ഹാൾ കത്തിനശിച്ചു. ഇന്ന് പുലർച്ചെ 3 മണിയോടെയായിരുന്നു തീപിടുത്തം. ഷോർട്ട് സർക്യൂട്ടാണെന്ന് പ്രാഥമിക നിഗമനം. മുകളിലെ സീലിംഗും കസേരകളും, സെൻട്രലൈസ്ഡ് ACയും ഫാനുകളും പ്രൊജക്ടറും ടൈലുകളും അഗ്നിക്കിരയായി. മുറിയുടെ ഗ്ലാസ് ഡോറുകളും പൊട്ടിത്തെറിച്ചു. 1ാം നിലയിലെ വലിയ ഹാളാണ് കത്തിയത്. പുലർച്ചെ ഹാളിൽ നിന്നും പുക ഉയരുന്നത് കണ്ട ആളുകളാണ് വിവരം പുറത്തറിയിച്ചത്. ചേംബർ ഓഫ് കൊമേഴ്സിലേക്ക് മറ്റു ഹാളുകളിലേക്കോ തീ പടർന്നിട്ടില്ല. വിവാഹങ്ങൾ, വലിയ സമ്മേളനങ്ങൾ ഉൾപ്പെടെയുള്ള പരിപാടികൾ നടക്കുന്ന ഹാളാണ് കത്തിയത്. പാലേക്കര മണലി പാലത്തിന് സമീപം KSRTC ബസും കാറും കൂട്ടിയിടിച്ചു. ശനിയാഴ്ച രാവിലെ 9 മണിയോടെയായിരുന്നു അപകടം. തൃശൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാർ KSRTC ബസിനെ മറികടക്കാൻ ശ്രമിക്കുന്നതിനിടെ ബസ്സിലിടിക്കുകയായിരുന്നു. തുടർന്ന് നിയന്ത്രണം വിട്ട കാർ ഡിവൈഡറിൽ സ്ഥാപിച്ചിരുന്ന ബാരിക്കേഡിലിടിച്ച് റോഡിന് എതിർവശത്തേക്ക് തിരിഞ്ഞു. കോട്ടയത്ത് നിന്ന് സുൽത്താൻ ബത്തേരിക്ക് പോയിരുന്ന സൂപ്പർഫാസ്റ്റ് ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. അപകടത്തിൽ ആർക്കും പരിക്കില്ല. അപകടത്തിൽപ്പെട്ട വാഹനങ്ങൾ പോലീസ് മാറ്റിയിടാത്തതിനെ തുടർന്ന് ദേശീയപാതയിൽ പുതുക്കാട് വരെ വാഹനങ്ങളുടെ നിര നീണ്ടു. 2 മണിക്കൂറോളം ദേശീയപാതയിൽ ഗതാഗതം സ്തംഭിച്ചു. മദ്യപാനത്തെ തുടർന്നുണ്ടായ തർക്കത്തിൽ ഇരിങ്ങാലക്കുടയിൽ 2 പേർക്ക് കുത്തേറ്റു. വെള്ളിയാഴ്ച രാത്രിയാണ് സംഭവം. ബന്ധുക്കൾ ഒരുമിച്ചുള്ള മദ്യപാനത്തിനിടെ തർക്കം നടക്കുകയും കത്തിക്കുത്തിലെത്തുകയുമായിരുന്നു. ഇരിങ്ങാലക്കുട കനാൽ ബേസ് സ്വദേശികളായ അരിക്കാട്ടുപറമ്പിൽ വീട്ടിൽ ഹിരേഷ്, സന്ദീപ് എന്നിവർക്കാണ് കുത്തേറ്റത്. പോലീസ് എത്തി ഇവരെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കുന്നംകുളം തെക്കേപ്പുറത്ത് കടന്നൽ കുത്തേറ്റ് 2 പേർക്ക് പരിക്കേറ്റു. വാഴപ്പുള്ളി വീട്ടിൽ ചന്ദ്രൻ, ആന്ധ്ര സ്വദേശി വസന്ത് എന്നിവർക്കാണ് പരിക്കേറ്റത്. ചന്ദ്രന്റെ പറമ്പിലെ മരം മുറിക്കുന്നതിനിടെയാണ് സംഭവം. ഇരുവരെയും കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പരിക്ക് ഗുരുതരമല്ല. ഇടവേള. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തയിലേക്ക്. വടക്കേ കോഞ്ചിറ കോൾപ്പടവിൽ നെൽകൃഷി ഇറക്കുന്നതിന്റെ ഭാഗമായി പടവിലെ വെള്ളം വറ്റിക്കൽ തുടങ്ങി. 310 ഏക്കർ വിസ്തൃതിയുള്ള കോൾപ്പടവിൽ നിറഞ്ഞുകിടക്കുന്ന മഴവെള്ളം 4 വലിയ മോട്ടോർ പമ്പ് സെറ്റുകൾ ഉപയോഗിച്ചാണ് വറ്റിക്കുന്നത്. പടവ് കമ്മിറ്റി പ്രസിഡന്റ് TV ഹരിദാസൻ മോട്ടോർ പമ്പിംഗിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. സെക്രട്ടറി ഹരി മഞ്ചറമ്പത്ത്, ബിജോയ് പെരുമാട്ടിൽ, എഞ്ചിൻ ഡ്രൈവർ KV ബെന്നി തുടങ്ങിയവരും സന്നിഹിതരായിരുന്നു. മോട്ടോർ പുരയിലെത്തി വെള്ളം കുറയുന്നതോടെ കളകൾ നീക്കും. തുടർന്ന് യന്ത്രസഹായത്തോടെ നിലം പൂട്ടി നിരത്തി ഓണത്തിന് ശേഷം വിത നടത്തും. ഇത്തവണ ഉമാവിത്ത് ഉപയോഗിച്ചാണ് കൃഷി ചെയ്യുന്നത്. തൃശൂരിന്റെ നെല്ലറയിൽ നെൽകർഷകരും കർഷക തൊഴിലാളികളും വീണ്ടും 100 മേനി വിളവെന്ന പ്രതീക്ഷകളോടെ സജീവമാകുകയാണ്. തൃശൂർ പഴയ നടക്കാവ് പാണ്ഡ്യ സമൂഹ മഠത്തിൽ തമിഴ് ബ്രാഹ്മണർ ആവണി അവിട്ടം ആഘോഷിച്ചു. ചടങ്ങുകൾക്ക്
സമൂഹാചാര്യൻ സുരേഷ് വാധ്യാർ നേതൃത്വം നൽകി. സമൂഹം സെക്രട്ടറി എസ് ശിവരാമകൃഷ്ണൻ, പൂജാരി രാമകൃഷ്ണൻ, ഗജാൻജി കൃഷ്ണമൂർത്തി എന്നിവർ പങ്കെടുത്തു. മുല്ലശ്ശേരിയിലെ തകർന്ന റോഡിൽ ശയന പ്രദക്ഷിണം നടത്തി യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം. റോഡിൽ ഗതാഗതം തടസ്സപ്പെടുത്തി ശയന പ്രദക്ഷിണം നടത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പിന്നീട് അറസ്റ്റ് ചെയ്ത് നീക്കി. പൊതുസമ്മേളനം സംസ്ഥാന സെക്രട്ടറി CS സൂരജ് ഉദ്ഘാടനം ചെയ്തു. മണലൂർ മണ്ഡലം പ്രസിഡന്റ് മഹേഷ് കാർത്തികേയൻ അധ്യക്ഷത വഹിച്ചു. DCC സെക്രട്ടറി PK രാജൻ, മുല്ലശ്ശേരി പഞ്ചായത്ത് അംഗം ക്ലെമന്റ് ഫ്രാൻസിസ്, ജിൽസ് പാവറട്ടി, വിനോയ് തൈക്കാട് തുടങ്ങിയവർ സംസാരിച്ചു. തകർച്ചയുടെ വക്കിലെത്തിയ ജീവിതം കെട്ടിപ്പടുക്കാനായി പൂക്കൾ വിൽപ്പന നടത്തുകയാണ് തമിഴ്നാട്ടിൽ നിന്നുള്ള ദമ്പതികൾ. 12 വർഷത്തോളമായി റാണിയും ഭർത്താവ് ശെൽവരാജും കുന്നംകുളം നഗരമധ്യത്തിൽ പൂക്കൾ വിൽക്കാൻ തുടങ്ങിയിട്ട്. ശ്രീലങ്കയിലെ വംശീയ കലാപത്തെ തുടർന്നാണ് ശ്രീലങ്കയിൽ നിന്നും 1981-ൽ രാമേശ്വരത്തേക്ക് റാണിയും സെൽവരാജും അടങ്ങുന്ന 80 കുടുംബങ്ങൾ കുടിയേറിയത്. അപകടത്തിൽ ശെൽവരാജിന്റെ കൈക്കും കാലിനും സ്വാധീനം കുറഞ്ഞതോടെ മുന്നോട്ടുള്ള ജീവിതം പ്രതിസന്ധിയിലായി. എന്നാൽ തോറ്റുകൊടുക്കാൻ റാണി തയ്യാറായില്ല. അങ്ങനെയാണ് പൂക്കച്ചവടം തുടങ്ങാൻ തീരുമാനിക്കുന്നത്. കുന്നംകുളം നഗരമധ്യത്തിൽ കച്ചവടം ആരംഭിച്ചു. റോസാപ്പൂക്കളാണ് പ്രധാനമായും വിൽപ്പന. ബാംഗ്ലൂരിൽ നിന്ന് ഇരുവരും നേരിട്ട് പോയാണ് ചെടികൾ തിരഞ്ഞെടുക്കുക. രാമേശ്വരം ചെണ്ടുമല്ലി, പലയിനം പനിനീർ പൂക്കൾ, ഡെയ്സികൾ എന്നിങ്ങനെ പലയിനം പൂച്ചെടികൾ റാണിയുടെ പക്കലുണ്ട്. രാവിലെ 8 മണി മുതൽ വിൽക്കാൻ വച്ചിരിക്കുന്ന ചെടികൾ തീരുന്നതുവരെ റാണി കച്ചവടം തുടരും. മനസ്സിനും കണ്ണിനും കുളിർമയേകുന്ന പൂച്ചെടികൾ വളരെ തുച്ഛമായ വിലയിലാണ് റാണി വിൽക്കുന്നത്. ആഹാരമായും വസ്ത്രമായും പലരിൽ നിന്നുള്ള സ്നേഹവായ്പകളും മുന്നോട്ടു പോകാനുള്ള കരുത്ത് നൽകുന്നുണ്ടെന്ന് റാണി പറയുന്നു. പഴയ ബസ് സ്റ്റാൻഡിലെ വരാന്തയാണ് റാണിക്കും സെൽവരാജനും കിടപ്പാടം. ജീവിതത്തിന്റെ കനൽ ചൂട് പൊള്ളലേൽപ്പിക്കുമ്പോഴും തണലായത് ഈ നാടും നാട്ടുകാരുടെ സ്നേഹവുമാണെന്നാണ് റാണിയുടെ പക്ഷം. TCV ന്യൂസ്, കുന്നംകുളം. നാഷണലിസ്റ്റ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തൃശൂർ കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ ക്വിറ്റ് ഇന്ത്യ ദിനാചരണം സംഘടിപ്പിച്ചു. NCPS സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് PK രാജൻ ഉദ്ഘാടനം ചെയ്തു. നാഷണലിസ്റ്റ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് CR സജിത്ത് അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി വിജിത വിനുകുമാർ, NCPS സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് രഘു K മാരാത്ത്, സംസ്ഥാന വൈസ് പ്രസിഡന്റ് P അബ്ദുള്ള, ജില്ലാ പ്രസിഡന്റ് CL ജോയ് എന്നിവർ സംസാരിച്ചു. മറ്റത്തൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യൂത്ത് കോൺഗ്രസ് ജന്മദിനം ആഘോഷിച്ചു. DCC ജനറൽ സെക്രട്ടറി TM ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് പ്രതീഷ് പണ്ടാരത്തിൽ അധ്യക്ഷത വഹിച്ചു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഷാഫി കല്ലൂപ്പറമ്പിൽ, നൈജോ ആന്റോ, ലിനോ മൈക്കൽ, ജിജു കീറ്റിക്കൽ, ശ്രീജിത്ത് കുറിച്ചിയത്ത് തുടങ്ങിയവർ സംസാരിച്ചു. യൂത്ത് കോൺഗ്രസ് തെക്കങ്കര മണ്ഡലം കമ്മിറ്റി യൂത്ത് കോൺഗ്രസ് 65 സ്ഥാപക ദിനവും ക്വിറ്റ് ഇന്ത്യ ദിനവും ആചരിച്ചു. കരുമത്രയിൽ നടന്ന പരിപാടിയിൽ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അനീഷ് കണ്ടമാട്ടിൽ പതാക ഉയർത്തി. ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി കുട്ടൻ മച്ചാട് ഉദ്ഘാടനം ചെയ്തു. അഡ്വക്കേറ്റ് അഖിൽ സാമുവൽ, AR ഫൈസൽ, ബിജോയ് കുറ്റിക്കാടൻ, KR സന്ദീപ്, വിനോദ് മാണവന തുടങ്ങിയവർ സംസാരിച്ചു. ചേലക്കരയിൽ യൂത്ത് കോൺഗ്രസ് സ്ഥാപക ദിനവും ക്വിറ്റ് ഇന്ത്യ ദിനവും ആചരിച്ചു. യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് അഖിലാഷ് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് സുരേഷ് കലാമണ്ഡലം അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ വിപിൻ, സൂരജ്, ഷിജിത്ത്, പ്രഭു, അജിത്ത് തുടങ്ങിയവർ സംസാരിച്ചു. എരുമപ്പെട്ടി പഞ്ചായത്ത് കൃഷിഭവന്റെ ആഭിമുഖ്യത്തിൽ ജനകീയാസൂത്രണ പദ്ധതിയുടെ ഭാഗമായി ഫലവൃക്ഷ തൈകളുടെ വിതരണം നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് S ബസന്തലാൽ ഉദ്ഘാടനം നിർവഹിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുമന സുഗതൻ അധ്യക്ഷയായി. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീജ സുരേഷ്, പഞ്ചായത്ത് അംഗങ്ങളായ MK ജോസ്, EK സുരേഷ്, ബബിത, റിജി ജോർജ്, MC ഐജു, റീന വർഗീസ്, കൃഷി ഓഫീസർ AV വിജിത എന്നിവർ സംസാരിച്ചു.
കോൺഗ്രസ് വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പൂവത്തുംകടവിൽ ഉപരോധ സമരം നടത്തി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് നടത്തിയ സമരം DCC ജനറൽ സെക്രട്ടറി CS രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വാർഡ് പ്രസിഡന്റ് MH ഷറഫു അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ സുനിൽ P മേനോൻ, TS ശശി, OA ജെൻട്രിൻ, PR രാജേഷ്, ES നിയാസ്, VK ഷൺമുഖൻ എന്നിവർ സംസാരിച്ചു. ചേർപ്പ് പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലേക്ക് ചേർപ്പ് സർവീസ് സഹകരണ ബാങ്ക് കസേരകൾ നൽകി. ബാങ്ക് പ്രസിഡന്റ് CN ഗോവിന്ദൻകുട്ടി ആശുപത്രി സൂപ്രണ്ട് KT സുജയ്ക്ക് കസേരകൾ കൈമാറി. ചടങ്ങിൽ ബാങ്ക് വൈസ് പ്രസിഡന്റ് പ്രദീപ് വലിയങ്ങോട്, ലത സുരേന്ദ്രൻ, സെക്രട്ടറി MS രേഖ, AJ ആന്റോ എന്നിവർ സംബന്ധിച്ചു. പഴഞ്ഞി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ VHSE വിഭാഗം നാഷണൽ സർവീസ് സ്കീമിന്റെ നേതൃത്വത്തിൽ തൃശൂർ IMAയുമായി ചേർന്ന് രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. വാർഡ് അംഗം KT ഷാജിൽ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് സാബു ഐനൂർ അധ്യക്ഷത വഹിച്ചു. ക്യാമ്പിൽ 100ഓളം പേർ പങ്കെടുത്തു. AITUC മണ്ഡലം കൺവെൻഷൻ കൊടുങ്ങല്ലൂരിൽ നടന്നു. CPI ജില്ലാ സെക്രട്ടറി KG ശിവാനന്ദൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് KN രാമൻ അധ്യക്ഷത വഹിച്ചു. CPI ജില്ലാ കൌൺസിൽ അംഗം CC വിപിൻ ചന്ദ്രൻ, AITUC ജില്ലാ ജോയിന്റ് സെക്രട്ടറി AS സുരേഷ്, മണ്ഡലം സെക്രട്ടറി PP സുഭാഷ്, PB ശൈല, PK സജീവൻ, PA ജോൺസൺ എന്നിവർ സംസാരിച്ചു. K. വിനോദ് ചന്ദ്രന്റെ ഗുരുനേരങ്ങൾ എന്ന ലേഖന സമാഹാരത്തിന്റെ പ്രകാശനം തൃശൂർ സാഹിത്യ അക്കാദമിയിൽ നടന്നു. CP ദാമോദര പ്രസാദിന് പുസ്തകം നൽകി. J. ദേവിക പ്രകാശനം നിർവഹിച്ചു. PN ഗോപികൃഷ്ണൻ, MP സുരേന്ദ്രൻ, CJ ജോർജ്, പ്രീത പ്രിയദർശിനി എന്നിവർ സംസാരിച്ചു. യൂത്ത് കോൺഗ്രസ് തൃശൂർ വെസ്റ്റ് മണ്ഡലം കമ്മിറ്റി തൃശൂർ സഹകരണ ആശുപത്രിയിലെ ഡയാലിസിസ് രോഗികൾക്ക് തുക കൈമാറി. മണ്ഡലം പ്രസിഡന്റ് ജോസഫ് M. തേറാട്ടിൽ മെഡിക്കൽ സൂപ്രണ്ട് Dr. K. രാമദാസിന് ഡയാലിസിസിനുള്ള തുക കൈമാറി. സഹകരണ ആശുപത്രി പ്രസിഡന്റ് TK പൊറിഞ്ചു, ഡയറക്ടർ CK വിനോദ്, യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് K. സുമേഷ്, മണ്ഡലം ഭാരവാഹികളായ തോമസ് വൈദ്യക്കാരൻ, വർഗീസ് വൈദ്യക്കാരൻ, ആന്റണി എന്നിവർ സന്നിഹിതരായിരുന്നു. INTUC വടക്കാഞ്ചേരി റീജിയണൽ കമ്മിറ്റി നേതൃയോഗം ചേർന്നു. ജില്ലാ പ്രസിഡന്റ് സുന്ദരൻ കുന്നത്തുള്ളി ഉദ്ഘാടനം ചെയ്തു. ജില്ലാ വൈസ് പ്രസിഡന്റ് KN നാരായണൻ അധ്യക്ഷത വഹിച്ചു. റീജിയണൽ കമ്മിറ്റി പ്രസിഡന്റ് CK ഹരിദാസ്, നഗരസഭാ പ്രതിപക്ഷ നേതാവ് AS ആസാദ്, കൌൺസിലർമാരായ KT ജോയ്, PN വൈശാഖ് എന്നിവർ സംസാരിച്ചു. തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ ആനയൂട്ടും മഹാഗണപതി ഹോമവും നടന്നു. തന്ത്രി തരണന്തലു പടിഞ്ഞാറേമന പത്മനാഭൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ആനയൂട്ടിൽ 11 ഗജവീരന്മാർ അണിനിരന്നു. കൊച്ചിൻ ദേവസ്വം ബോർഡ് അംഗം KP അജയൻ, അസിസ്റ്റന്റ് കമ്മീഷണർ M. മനോജ് കുമാർ, തൃപ്രയാർ ക്ഷേത്ര മാനേജർ K. നായർ എന്നിവർ ആനയൂട്ടിന് നേതൃത്വം നൽകി. എളവള്ളി ജൈവ വൈവിധ്യ പരിപാലന സമിതിയുടെ നേതൃത്വത്തിൽ ഊത്ത മത്സ്യ സംരക്ഷണ പദ്ധതിക്ക് തുടക്കമായി. ജൈവ വൈവിധ്യ ബോർഡിന്റെ സഹായത്തോടെ നടപ്പിലാക്കുന്ന പദ്ധതിക്കായി 2 ലക്ഷം രൂപയാണ് ബോർഡ് പഞ്ചായത്തിന് കൈമാറിയിട്ടുള്ളത്. വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന നാടൻ മത്സ്യങ്ങളെ പഞ്ചായത്ത് സംഭരിച്ച് പ്രജനനത്തിനായി കുളങ്ങളിൽ നിക്ഷേപിക്കും. പ്രജനനത്തിന് ശേഷം മത്സ്യക്കുഞ്ഞുങ്ങളെ ഉൾച്ചാലുകളിലും കുളങ്ങളിലും പുഴകളിലും ഒഴുക്കിവിടും. സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് മെമ്പർ ഡോക്ടർ JS മിനിമോൾ പദ്ധതി ഉദ്ഘാടനം ചെയ്തു. എളവള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ് അധ്യക്ഷത വഹിച്ചു. ഫിഷറീസ് ജില്ലാ ഡെപ്യൂട്ടി ഡയറക്ടർ P. അബ്ദുൾ മജീദ്, മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലതി വേണുഗോപാൽ, ബോർഡ് ജില്ലാ കോർഡിനേറ്റർ ഫെബിൻ ഫ്രാൻസിസ്, എളവള്ളി പഞ്ചായത്ത് ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ NB ജയ തുടങ്ങിയവർ സംസാരിച്ചു. ഏനാമാക്കൽ ഇടവകയിൽ ഞായറാഴ്ച നടക്കുന്ന സമുദായ ജാഗ്രതാ സദസ്സിന്റെ ഭാഗമായി പതാക ദിനം ആചരിച്ചു. വികാരി ഫാദർ ജെയ്സൺ തെക്കുംപുറം ഉദ്ഘാടനം ചെയ്തു. മാനേജിംഗ് ട്രസ്റ്റി KR പോൾസൺ അധ്യക്ഷനായിരുന്നു. ഹോളി ഫാമിലി കോൺവെന്റ് മദർ സുപ്പീരിയർ വത്സ ആന്റോ, ജനറൽ കൺവീനർ ബിജോയ് പെരുമാട്ടിൽ, ജേക്കബ് തോലത്ത്, സീന ലോറൻസ് തുടങ്ങിയവർ സംസാരിച്ചു.
തിരുവല്ലാമല പാമ്പാടി ശ്രീ മന്ദം ഭദ്രകാളി ക്ഷേത്രത്തിൽ അഷ്ടദ്രവ്യ ഗണപതി ഹോമം നടന്നു. ക്ഷേത്രം തന്ത്രി പനാവൂർ പരമേശ്വരൻ നമ്പൂതിരിപ്പാട് മുഖ്യകാർമ്മികത്വം വഹിച്ചു. തിരുവല്ലാമല കുടുംബശ്രീ CDSൽ കേരള സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷന്റെ വായ്പ, പ്രത്യാശ ഫണ്ട് എന്നിവയുടെ വിതരണം നടന്നു. UR പ്രദീപ് MLA ഉദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് K പത്മജ അധ്യക്ഷയായിരുന്നു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സ്മിത സുകുമാരൻ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ KP ഉമാശങ്കർ, പ്രശാന്തി രാമരാജൻ, CDS ചെയർപേഴ്സൺ അംബിക രാമകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. വെങ്കടങ്ങ് പഞ്ചായത്തിലെ ജനകീയാസൂത്രണ പദ്ധതിയുടെ ഭാഗമായി മത്സ്യത്തൊഴിലാളികൾക്ക് വഞ്ചിയും വലയും നൽകി. വെങ്കടങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് കൊച്ചപ്പൻ വടക്കൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഇടിയഞ്ചിറ റെഗുലേറ്ററിന് സമീപം നടന്ന ചടങ്ങിൽ വാർഡ് അംഗം അഷ്റഫ് തങ്ങൾ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് മുംതാസ് റസാഖ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ AT അബ്ദുൾ മജീദ്, വാസന്തി ആനന്ദൻ, പൂർണിമ നിഖിൽ, VK സോമശേഖരൻ തുടങ്ങിയവർ സംസാരിച്ചു. തോളൂർ പഞ്ചായത്തിൽ വയോജനങ്ങൾക്ക് കട്ടിൽ വിതരണം നടത്തി. ജനകീയാസൂത്രണ പദ്ധതി പ്രകാരം 6 ലക്ഷം രൂപ ചെലവഴിച്ച് ജില്ലാ പഞ്ചായത്തിന്റെ സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. 60 വയസ്സ് കഴിഞ്ഞ പഞ്ചായത്തിലെ സ്ഥിര താമസക്കാരായ വയോജനങ്ങൾക്കാണ് വിതരണം നടത്തിയത്. ജില്ലാ പഞ്ചായത്ത് അംഗം ജിമ്മി ചൂണ്ടൽ പദ്ധതി ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീകല കുഞ്ഞുണ്ണി അധ്യക്ഷത വഹിച്ചു. ICDS ഓഫീസർ വിദ്യ K പ്രജീഷ്, വൈസ് പ്രസിഡന്റ് ലിലി ജോസ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ഷീന വിൽസൺ, സരസമ്മ സുബ്രഹ്മണ്യൻ, KG പോൾസൺ, ശൈലജ ബാബു, സുധാ ചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. ലയൺസ് ക്ലബ്ബ് പാവറട്ടി റോയലിന്റെ നേതൃത്വത്തിൽ വയോധികയ്ക്ക് ലോട്ടറി കച്ചവടത്തിനാവശ്യമായ കുടയും ബാഗും സ്റ്റാൻഡും നൽകി. ലോട്ടറി കച്ചവടം നടത്തുന്ന അമ്മൂനാണ് സാധനങ്ങൾ കൈമാറിയത്. ജില്ലാ കോർഡിനേറ്റർ പ്രശാന്ത് മേനോൻ ഉദ്ഘാടനം നിർവഹിച്ചു. ക്ലബ്ബ് പ്രസിഡന്റ് OJ സെബാസ്റ്റ്യൻ, സെക്രട്ടറി VC ജെയിംസ്, കോർഡിനേറ്റർ ഡോക്ടർ റോമിയോ ജെയിംസ്, CJ തോമസ്, സണ്ണി വർഗീസ്, ടിജോ പുത്തൂർ തുടങ്ങിയവർ പദ്ധതിക്ക് നേതൃത്വം നൽകി. MG യൂണിവേഴ്സിറ്റിയിൽ MA പ്രിന്റ് ആൻഡ് ഇലക്ട്രോണിക്സ് ജേർണലിസത്തിൽ 1ാം റാങ്ക് നേടിയ ലിലിയ റോസ് ആലപ്പാട്ടിനെ കേരള കോൺഗ്രസ് M തൃശൂർ നിയോജകമണ്ഡലം ഭാരവാഹികൾ ആദരിച്ചു. നിയോജകമണ്ഡലം പ്രസിഡന്റ് ഹിറ്റ്ലസ് ചാക്കുണ്ണി പൊന്നാടി അണിയിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം ജസ്മോൻ ചാക്കുണ്ണി ക്യാഷ് അവാർഡ് നൽകി. ആൽബർട്ട് മാമ്പുള്ളി, റോസ്മോൾ ജസ്മോൻ, ബാബു മുട്ടത്ത്, KT ടോമിസ് തുടങ്ങിയവർ സംസാരിച്ചു. പഴഞ്ഞി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ക്രിയേറ്റീവ് കോർണർ ആരംഭിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം പത്മ വേണുഗോപാൽ ഉദ്ഘാടനം നിർവഹിച്ചു. PTA പ്രസിഡന്റ് സാബു ഐനൂർ അധ്യക്ഷത വഹിച്ചു. കാട്ടകാമ്പാൽ പഞ്ചായത്ത് അംഗം KT ഷാജൻ, പ്രിൻസിപ്പൽ ജനീർലാൽ, തൃശൂർ TPO SSK KB ബ്രിജി തുടങ്ങിയവർ സംസാരിച്ചു. കാട്ടകാമ്പാൽ പഞ്ചായത്ത് കുടുംബശ്രീയും ജില്ലാ മിഷനും ചേർന്ന് അന്നപൂർണ പ്രൊഡ്യൂസർ ഗ്രൂപ്പ് എന്ന പേരിൽ പുതിയ സംരംഭം ആരംഭിച്ചു. ഭക്ഷ്യാവശ്യത്തിനായി ഉപയോഗിക്കുന്ന പൊടികളുടെ ഉത്പാദനവും വിപണനവുമാണ് പഞ്ചായത്തിൽ ആദ്യമായി ആരംഭിച്ച കുടുംബശ്രീ സംരംഭത്തിന്റെ ലക്ഷ്യം. AC മൊയ്തീൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് S രേഷ്മ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം പത്മ വേണുഗോപാൽ, TMC ഡോക്ടർ U സലീൽ, TPM KN ദീപ തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലാ മണ്ണ് പരിവേഷണ ഓഫീസും കൊടകര ബ്ലോക്ക് പഞ്ചായത്തും ബ്ലോക്ക് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ഓഫീസും സംയുക്തമായി ബ്ലോക്ക് തല മണ്ണ് പരിശോധനാ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടി പ്രസിഡന്റ് KM ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് അൽജോ പുളിക്കൻ അധ്യക്ഷത വഹിച്ചു. സോയിൽ സർവേ ഓഫീസർ MA സുധീർ ബാബു പദ്ധതി വിശദീകരണം നടത്തി. ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ പോൾസൺ തെക്കുംപീടിക, മിനി ബെന്നി പനോക്കാരൻ, സതി സുധീർ, പഞ്ചായത്ത് അംഗം CP സജീവൻ തുടങ്ങിയവർ സംസാരിച്ചു. വാണിജ്യം. പത്താം ക്ലാസ് +2 യോഗ്യതയുള്ള വിദ്യാർത്ഥികൾക്കായി തൃശൂരിലെ നവഭാരത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാരാമെഡിക്കൽ ആൻഡ് സ്കിൽ ഡെവലപ്മെന്റ് നടത്തുന്ന ഡിപ്ലോമ കോഴ്സുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചു. ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന നാഷണൽ ഡെവലപ്മെന്റ് ഏജൻസിയായ BSSന്റെ അംഗീകൃത കോഴ്സുകൾ ചെയ്യുന്ന സ്ഥാപനമാണ് തൃശൂർ വടക്കേ സ്റ്റാൻഡിന് സമീപം കണ്ടാസ് ആർക്കേഡിൽ പ്രവർത്തിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാരാമെഡിക്കൽ ആൻഡ് സ്കിൽ ഡെവലപ്മെന്റ്. 100% തൊഴിൽ സാധ്യതയുള്ള കരിയർ ബേസ്ഡ് കോഴ്സുകൾ പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. ഡിപ്ലോമ ഇൻ MLT, OT ടെക്നോളജി, ഡയാലിസിസ് ടെക്നോളജി, CSSG, ഒപ്റ്റോമെട്രി, ഫാർമസി അസിസ്റ്റന്റ്, എക്സ്റേ ആൻഡ് ഇമേജിംഗ് ടെക്നോളജി, PPTC, പേഷ്യന്റ് കെയർ അസിസ്റ്റന്റ്, ആയുർവേദിക് പഞ്ചകർമ്മ നഴ്സിംഗ്, ടീച്ചേഴ്സ് ട്രെയിനിംഗ്,
ഹോട്ടൽ മാനേജ്മെന്റ്, ഫയർ ആൻഡ് സേഫ്റ്റി തുടങ്ങിയ കോഴ്സുകൾ ഇവിടെ മിതമായ ഫീസ് നിരക്കിൽ പഠിപ്പിക്കുന്നു. ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന നാഷണൽ ഡെവലപ്മെൻറ്റ് ഏജൻസിയുടെ അംഗീകാരത്തോടെ ഉള്ള ഭാരത് സേവക് സമാജ് എന്ന ഓർഗനൈസേഷൻ്റെ അംഗീകൃത കോഴ്സുകളാണ് നവഭാരത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാരാമെഡിക്കൽ ആൻഡ് സ്കിൽ ഡെവലപ്മെൻറ്റ് തൃശ്ശൂരിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ജോലി സാധ്യത വളരെയേറെ ഉള്ള, പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങളിൽ ജോലിക്ക് വേണ്ടി അവരുടെ എംബസികൾ അറ്റസ്റ്റ് ചെയ്തു കൊടുക്കുന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു സവിശേഷത. കോഴ്സിന് ശേഷം പ്ലേസ്മെന്റ് അസിസ്റ്റൻസിനുള്ള സൗകര്യവും ആധുനിക രീതിയിൽ സജ്ജീകരിച്ച ക്ലാസ് റൂമുകളും ഇവിടുത്തെ സവിശേഷതയാണ്. അഡ്മിഷനും കൂടുതൽ വിവരങ്ങൾക്കും 8714328850 8089328850. പ്രധാന വാർത്തകൾ വീണ്ടും. തൃശൂരിലടക്കം വോട്ടർ പട്ടികയിൽ വ്യാപക ക്രമക്കേട് കണ്ടെത്തിയ സംഭവം ഉത്തരവാദപ്പെട്ടവർ പരിശോധിക്കണമെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്. തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള വാർഡ് വിഭജനത്തിൽ പ്രാദേശിക തലത്തിൽ പരിശോധന നടത്തുമെന്നും KPCC അധ്യക്ഷൻ. കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കാൻ വിദ്യാഭ്യാസ വകുപ്പിന്റെ പുതിയ പദ്ധതി സുരക്ഷാമിത്രം എന്ന പേരിൽ സ്കൂളുകളിൽ സഹായപ്പെട്ടികൾ സ്ഥാപിക്കും. കുട്ടികൾക്ക് പരാതികൾ എഴുതി പെട്ടിയിലിടാമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. മാള സർവീസ് സഹകരണ ബാങ്ക് മുൻ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ഭരണസമിതി അംഗങ്ങൾക്കെതിരെ പോലീസ് കേസെടുത്തു. 10 കോടിയിലധികം രൂപയുടെ തട്ടിപ്പ് നടത്തിയെന്ന സഹകരണ വകുപ്പ് ജോയിന്റ് രജിസ്ട്രാറുടെ പരാതിയിലാണ് കേസ്. പഞ്ചായത്ത് ഭരണത്തിൽ കക്ഷി രാഷ്ട്രീയമില്ലെന്ന മന്ത്രി MP രാജേഷ്. വേലൂർ പഞ്ചായത്തിന് പുതിയ ഓഫീസ് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം മന്ത്രി നിർവഹിച്ചു. പരിപാടി ബഹിഷ്കരിച്ച കോൺഗ്രസ്. പേരാമ്പ്രയിൽ സ്പിരിറ്റ് വേട്ട. മിനി ലോറിയിൽ പച്ചക്കറികളുടെ കൂടെ ഒളിപ്പിച്ചു കടത്തുകയായിരുന്ന 2765 ലിറ്റർ സ്പിരിറ്റ് പോലീസ് പിടികൂടി. ഡ്രൈവർ ആലപ്പുഴ സ്വദേശി സുരാജ് കസ്റ്റഡി. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.